ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ ഇന്ന് 24-ാം തീയതിയാണ് കേട്ടോ, ബുധനാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ അമ്മൂന് ഇന്ന് എക്സാം ഉണ്ട് കേട്ടോ. IT എന്തോ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ അവൾക്ക് ഇന്ന് എക്സാം ഉണ്ട്, അവൾ പോകണ്ട, അവൾ ഉച്ചയാകുമ്പോഴത്തേന് വരും. പിന്നെ അന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഏട്ടൻ്റെ ബർത്ത്ഡേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടന്നു കേട്ടോ. ഇവിടുത്തെ അടിക്കലും തുടക്കലും അങ്ങനത്തെ കുറച്ച് പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് നമ്മൾ ഇന്നലെ സദ്യയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പച്ചക്കറിയൊക്കെ രാവിലെ തന്നെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ സൗണ്ടുകളൊക്കെ കേൾക്കൂട്ടോ ഞാൻ വോയിസ് പറയുമ്പോൾ, അതൊന്നും ശ്രദ്ധിക്കണ്ട. ഞാൻ വീട്ടിൽ എന്താ പറയുക കുട്ടികളുടെയൊക്കെ ബഹളമാണ് കേട്ടോ. TVയും കുട്ടികളും അതിൻ്റെ ഒരു ബഹളമാണ്. അപ്പോൾ ഞാനങ്ങനെ ഓരോ കറികൾ വയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി കരിഞ്ഞ് വെക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചുവാണ് കേട്ടോ ഇത്. ഈ വീഡിയോ എടുത്തത് കിച്ചുവാണ് കേട്ടോ. അതാണ് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റായിട്ട് എടുക്കണില്ല, അവൻ അവിടേക്കും ഇവിടേക്കൊക്കെ തിരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ബീട്രൂട്ട് അരിയണത്, ബീട്രൂട്ട് പച്ചടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, ആദ്യത്തെയാണ് കേട്ടോ, ആദ്യമായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത കറി എന്ന് പറയുന്നത് എന്താ പറയുക, എരിശ്ശേരിയാണ്. മത്തങ്ങയും പിന്നെ പയറും ഇട്ടിട്ടുള്ള എരിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മത്തങ്ങയാണ് ഇപ്പോൾ റെഡിയാക്കണത്. നമ്മളൊരു 2-3-4-5 കറി വെക്കണം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എല്ലാതും കൂടി നടക്കുമെന്ന് അറിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അമ്മയൊന്നും ഇല്ല കേട്ടോ അവിടെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ അത് കാരണം എല്ലാം കൂടി നടക്കുമെന്ന് അറിയില്ല, എന്നാലും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നടത്തണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഇതുവരെ ഒരുപാട് കറികളൊന്നും വെച്ചിട്ട് ശീലമൊന്നുമില്ല കേട്ടോ. ആദ്യത്തെ ഒരു പരീക്ഷണമാണ് കേട്ടോ. ഞാൻ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയി കഴിഞ്ഞ് എന്തായാലും ഒരു സദ്യ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. മുന്നേ പ്ലാൻ ചെയ്തിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ അതായത് മത്തങ്ങ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഏട്ടന് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ചളവറയ്ക്ക് പോകേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പോയി വന്നതിന് ശേഷമാണ് ഏട്ടൻ സദ്യ കൊള്ളാൻ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, മത്തങ്ങയൊക്കെ അങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് അരിഞ്ഞതാണ്. അതിൽ പിന്നെ മത്തങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട്, ഇത് ഓലൻ വെക്കാനുള്ള കുമ്പളങ്ങയാണ് കേട്ടോ. പിന്നെ ഇത് മസാലക്കറി വെക്കാനുള്ള കിഴങ്ങും എന്താ പറയുക ക്യാരറ്റും കൂടി അരിഞ്ഞ് വെച്ചാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഏട്ടൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ ഇപ്പം തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും വരും. കാരണം ഇന്ന് നമ്മുടെ ഓണർ വരുന്നുണ്ട്, വീടിൻ്റെ ഓണർ നമ്മുടെ വീട്ടിൽ അവിടെ ഷീറ്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഓണർ വരുന്നുണ്ട്. അപ്പോൾ ഏട്ടനത്തൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അതിന് വേണ്ടിയിട്ടാണ് ഏട്ടൻ പോണത്. ഏട്ടൻ അത് കഴിഞ്ഞിട്ട് വരും കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഇവിടെ തന്നെ വരും. ഉച്ചയ്ക്ക് എന്തായാലും ഏട്ടൻ ഫുഡ് കഴിക്കാനൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇന്ന് കഴിക്കണം. ഉച്ചയ്ക്ക് ശേഷമാണ് ഏട്ടൻ വരുള്ളൂ കേട്ടോ. വന്നിട്ട് ഏട്ടൻ ഒരു സർപ്രൈസൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഏട്ടൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. എന്താ പറയുക, ഈ സദ്യയുടെ കാര്യം മാത്രമേ ഏട്ടൻ അറിയുള്ളൂ കേട്ടോ. എന്താ പറയുക, അല്ലാതെ ഏട്ടനൊന്നും അറിയില്ല കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്താക്കണമെന്നൊന്നും. അപ്പോൾ അത് കണ്ടില്ലേ, ഇവിടെ ആകെ നിരത്തിയിട്ടാക്കിയല്ല, നമ്മൾ എല്ലാതും കഴിഞ്ഞിട്ട് അടിച്ചു വാരി കളയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകി വയ്ക്കാൻ കേട്ടോ. അത് നമ്മൾ വെക്കുന്ന എല്ലാ കറിയിലേക്കും തേങ്ങ വേണ്ട കറികളാണ് കേട്ടോ. അപ്പോൾ അത് കാരണം എല്ലാതും ചിരകി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി ഞാനിവിടെ ചിരകി വെച്ച തേങ്ങയൊക്കെ അവൾ പകുതിയൊക്കെ കഴിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് കടലാസൊക്കെ എടുത്തായത് ചിത്രമൊക്കെ നോക്കിയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അവൾ. അപ്പോൾ അത് ക്യാരറ്റ് പച്ചടിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ വെച്ച്. ഞാൻ അതിലേക്കും തേങ്ങ വേണം, അതിലേക്ക് മെയിൻ തേങ്ങ തന്നെയാണ് കേട്ടോ കൂടുതലും വേണ്ടത്. നമ്മുടെ ബീട്രൂട്ടിനേക്കാൾ കൂടുതൽ വേണ്ട തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത് വെക്കുന്നത് മസാലക്കറിയാണ് കേട്ടോ. മസാലക്കറി ഒന്നും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ. സദ്യക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇതുമാതിരിയുള്ള കറിയൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ, അല്ലാതെ ഞാൻ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒക്കെ ആദ്യത്തെ പരീക്ഷണം തന്നെയാണ്, വിജയിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, ഉള്ളിയും സവാളയാണ് കേട്ടോ വാട്ടണത്. സവാള വാട്ടിയിട്ട് അതിൽ എന്താ പറയുക വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചതച്ചത് ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഇത് ഗരം മസാലയാണ്. ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ആണ് ഈ നമ്മൾ മറ്റേ ഗ്രീൻ പീസും കിഴങ്ങും ക്യാരറ്റും കൂടിയിട്ട് കുക്കറിലിട്ട് വേവിച്ചതാണ് കേട്ടോ. അതും നമുക്കിത് ഇട്ട് കൊടുക്കണം. മസാല അതിന് ശേഷമാണ് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. പിന്നെ പറയാൻ മറന്നു, തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് തക്കാളി ഇട്ട് കേട്ടോ. പിന്നെ അവിയൽ കേട്ടോ. അവിയലുള്ള കഷ്ണമൊക്കെ അടുപ്പത്തല്ല ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള തൈര് പിന്നെ തേങ്ങയൊക്കെ ഒഴിക്കണം. അപ്പോൾ നമ്മുടെ സദ്യയും കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ.
അമ്മയൊക്കെ വന്നിട്ടുണ്ട്, ക്ലാസ് എക്സാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചോടെ പോയി നിൽക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മണി ആ ഒരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അമ്മയും വന്നിട്ടുണ്ട്, പണിയൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തുമ്പിക്കുട്ടി എൻ്റെ അടുത്തൂടെ കടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. നമ്മുടെ കിച്ചു ഏട്ടൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ പുറത്തേക്ക് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അമ്മ വന്നിട്ട് എൻ്റെ അച്ഛൻ വന്നിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഏട്ടൻ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഏട്ടൻ വരുന്നത്. അപ്പോൾ ഗിച്ചുവിന് ഐസ്ക്രീം വേണ്ട, പിന്നെ അച്ഛനെ വേണ്ട, അമ്മേനെ വേണ്ട, ആരനെ വേണ്ട കേട്ടോ അവന്. അപ്പോൾ അവനത് കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്താ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കേക്കൊന്നും വാങ്ങിച്ചത് ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കേക്കൊക്കെ അങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ടാണ്. ഏട്ടൻ ഒരുപാട് സന്തോഷം കേട്ടോ. മുഖത്ത് അതിൻ്റെ ഒരു ഇത് കാണുന്നില്ലെങ്കിലും അവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. ഏട്ടൻ അങ്ങനെ സന്തോഷമൊന്നും പ്രകടിപ്പിക്കാനൊന്നും അറിയില്ല കേട്ടോ. ഏട്ടൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ നമ്മുടെ കിച്ചുവിനാണെങ്കിൽ കേക്ക് കണ്ടപ്പോൾ തന്നെ കൺട്രോളൊക്കെ പോയിട്ടോ. അവ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ കണ്ടില്ലേ കേക്ക് ഇങ്ങനെയാണ് കേട്ടോ കേക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏട്ടത്തെ എന്താ ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് നോക്കട്ടെ എന്നൊക്കെ കൊണ്ട് ഏട്ടനെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചു നൈഫൊക്കെ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. മുറിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അവനും. അവൻ്റെയാണ് ബർത്ത്ഡേ. അവൻ പറയണേ എൻ്റെ ബർത്ത്ഡേ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ അവൻ. കുട്ടി പിന്നെ പാടുണ്ട്. അപ്പോൾ അതങ്ങനെ രണ്ടാളും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കട്ടെ, വിളിച്ചിട്ടാണെങ്കിൽ നീക്കണേ ഇല്ല കേട്ടോ. അവൾ നീച്ചിട്ടും കാര്യമൊന്നുമില്ല, ഒന്നും കഴിക്കില്ല, കേക്കിൻ്റെ ഒരു പൊട്ട് പോലെയുള്ള കഴിക്കില്ല കേട്ടോ. അപ്പോൾ കിച്ചുവാണ് കേക്കിൻ്റെ ആശാൻ. അപ്പോൾ അവർ രണ്ടാളും ഇരുന്ന് കഴിക്കാൻ. അപ്പോൾ വീഡിയോ എടുക്കണത് ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട, എല്ലാവരും അകത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കേക്ക് ഇങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് വേഗം തന്നെ കട്ട് ചെയ്തത്. തുമ്പി നീക്കുമ്പോഴത്തേന് വേഗം കട്ട് ചെയ്തു കേട്ടോ ഞങ്ങൾ. അപ്പോൾ അതാ കിച്ചു കണ്ടില്ലേ, കിച്ചുവിനൊക്കെ എത്ര കഴിച്ചാലും അവൻ എൻ്റെ മേലത്തെ ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ അതെന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മയൊക്കെ അകത്ത് തന്നെ ഉണ്ട്, അവരൊക്കെ ഉറങ്ങുക. അമ്മയ്ക്ക് പണി മാറ്റി ഒന്ന് ക്ഷീണത്തിൽ അവർ കടന്നുറങ്ങുക കേട്ടോ. വാച്ചോ അച്ഛൻ നോക്കട്ടെ. കയ്യെടുക്ക്. മറ്റേ ഇത് പഠിക്കാതെ അപ്പോൾ അതങ്ങനെ പിന്നെ രാത്രിയിലത്തെ സദ്യയാണ് കേട്ടോ. ഏട്ടൻ അപ്പോഴാണ് കഴിക്കുന്നത്, ഉച്ചയ്ക്കൊന്നും വന്ന് കഴിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയാണ് കേട്ടോ ചോറും കറിയൊക്കെ വിളമ്പണത്. കണ്ടില്ലേ, ബീട്രൂട്ട് പച്ചടി, മസാലക്കറി, എരിശ്ശേരി, ഓലൻ, അവിയൽ, അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരെ